ഓം ശാന്തി. പല ആളുകളും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ടാവും. പക്ഷേ വണ്ടർഫുള്ളായിട്ടുള്ള ഫാക്ടർ പലപ്പോഴും അവരുടെ ആ ജ്ഞാനത്തെ പ്രായോഗിക ജീവിതത്തിൽ എത്ര കൊണ്ടുവന്നു എന്ന് നോക്കിയാൽ വളരെ ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ. എനിക്കൊരു കൊച്ചു കഥ ഓർമ്മ വന്നു പോവുകയാണ്. ഒരു കാട്ടിൽ ഒരുപാട് തത്തകൾ താമസിക്കുന്നുണ്ടായിരുന്നു. തത്തകളുടെ എണ്ണത്തിൽ തന്നെ ആ കാട് വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ ഒരു വേട്ടക്കാരൻ ആ കാട്ടിൽ വന്നു വല വിരിച്ചു. 4-5 തത്തകൾ ഒറ്റയടിക്ക് അയാളുടെ വലയിൽ കുരുങ്ങിപ്പോയി. അയാൾ ആ തത്തകളെ പിടിച്ചു കൊണ്ടുപോയി കൊന്നു, അതിനെ വിറ്റു, പല രീതികൾ ഉപയോഗിച്ചു. പിറ്റേ ദിവസം വീണ്ടും വന്നു, വല വിരിച്ചു, ധാന്യമെറിഞ്ഞു, വീണ്ടും തത്തകൾ കുരുങ്ങി അയാൾ കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ ആ തത്തകളുടെ തലവന് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ പോയാൽ നമ്മുടെ കൂട്ടത്തിലെ എല്ലാ തത്തകളും പോയി അതിൽ കുരുങ്ങിപ്പോകുമല്ലോ, എന്താ ചെയ്യേണ്ടത് എന്ന് ആ തത്തമ്മ വിഷമിച്ചു. അത് ആ കാട്ടിലുണ്ടായിരുന്ന ഒരു സന്യാസിയെ പോയിട്ട് ശരണം പ്രാപിച്ചു. ഇങ്ങനെ ഒരു വേടൻ വന്നിരിക്കുന്നു ഈ കാട്ടിൽ, ദിവസവും വല വിരിക്കുന്നു, തത്തകൾ ആ വലയിൽ കുരുങ്ങിപ്പോകുന്നു. എൻ്റെ കൂട്ടുകാരുടെ മരണം എനിക്ക് സഹിക്കാനാവുന്നില്ല, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സന്യാസി പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും പോയിട്ട് ഇന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, നിങ്ങൾ കുരുങ്ങരുത്. ആ തത്ത ഒന്നുകൂടെ പറഞ്ഞുറപ്പിച്ചു, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, പോയി കുരുങ്ങരുത്. അങ്ങനെ കാട്ടിലേക്ക് തിരിച്ചു വന്നു, തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നു, എല്ലാ തത്തകളെയും വിളിച്ചു കൂട്ടി പറയുകയാണ്, നോക്ക്, നാളെ വേടൻ വരും, വല വിരിക്കും, ധാന്യമെറിയും, കുരുങ്ങരുത്. എല്ലാവരും പറയും, ഏറ്റു പറയാൻ. എല്ലാവരും പറയും, വേടൻ വരും, വല വിരിക്കും, ധാന്യമെറിയും, കുരുങ്ങരുത്. വേടനെ കണ്ട ഉടനെ പറയണം എല്ലാവരും, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത്. അങ്ങനെ എല്ലാ തത്തകളും പഠിച്ചു വെച്ചു. പിറ്റേ ദിവസം വേടൻ വന്നു, വല വിരിച്ചു. ഉടനെ വേടനെ കണ്ട ഒരു തത്ത ഉറക്കെ പറഞ്ഞു, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത്. കേട്ട തത്തകളൊക്കെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത്. ഒരു തത്ത പോലും പോയില്ല, അതിലിരുന്നില്ല. ഇത് കണ്ടപ്പോൾ വേടനാകെ വിഷമായി. വേടൻ വലയൊക്കെ എടുത്ത് കൊണ്ടുപോയി. പിറ്റേ ദിവസം വീണ്ടും വേടൻ വന്നപ്പോൾ വേടനെ കണ്ടതോടുകൂടി ഒരു തത്ത പറയാൻ തുടങ്ങി, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത്. എല്ലാ തത്തകളും ആവർത്തിച്ച് പറഞ്ഞു. വേടൻ വിചാരിച്ചു, ഇന്നും ഈ കാട്ടിൽ വല വിരിച്ചൊരു തത്തയും കുരുങ്ങും തോന്നണില്ല, ഞാൻ വരുമ്പോഴേക്കേ ഇവരൊക്കെ ഞാൻ വരും എന്നത് ചെയ്യുമെന്ന് പറയുകയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയാൾ 2-ാമത്തെ ദിവസം വന്നു, 3-ാമത്തെ ദിവസം വന്നു, 4 ദിവസം വന്നു. ഈ വേടനെ കാണുന്നതും തത്തകളെല്ലാവരും കൂടി ഇങ്ങനെ പറയാൻ തുടങ്ങി, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത്. ഇങ്ങനെ കേട്ട് ഒരാഴ്ച അയാൾക്ക് ആഹാരം കിട്ടില്ല, ഒന്നും കിട്ടിയില്ല, തത്തയെ കൊണ്ട് വിൽക്കാൻ പറ്റിയില്ല, പട്ടിണിയായി, വിശപ്പായി. അയാൾ അവസാനം വിചാരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അയാളൊരു കൂട്ടുകാരനോട് പോയി പറയുകയാണ്, എല്ലാ തത്തകളും എന്നെയും കാണുമ്പോഴേക്കും പറയും, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത് എന്ന്. ഒരെണ്ണവും വരില്ല, അതുകൊണ്ടിപ്പോൾ ഞാൻ വല വിരിക്കാറില്ല, എന്നും പോയി നോക്കും, പക്ഷെ തിരിച്ചു വരികയാണ് എന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറയും, നീ ഒരു വിഷമം വിചാരിക്കണം, നാളെ പോയിട്ട് വല വിരിച്ചു നോക്ക്, തത്ത കുരുങ്ങാതിരിക്കില്ല എന്ന്. അങ്ങനെ പിറ്റേ ദിവസം വേടൻ കാട്ടിൽ വരും, വല വിരിക്കും, ധാന്യം വെതറും. ധാന്യം കണ്ടപ്പോൾ ഒരു തത്തയ്ക്ക് വിശപ്പ് സഹിക്കുന്നില്ല. ആ തത്തയ്ക്ക് പോയി തിന്നണം എന്നുള്ള ആഗ്രഹം വന്നു, പറന്ന് താഴത്തേക്ക് വന്നു. പക്ഷെ പറക്കുമ്പോഴും ആ തത്ത പറയുന്നുണ്ടായിരുന്നു, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത് എന്ന്. ആ തത്ത പറക്കുന്നത് കണ്ട് മറ്റെല്ലാ തത്തകളും ഇത് തന്നെ പറഞ്ഞു, വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുത് എന്ന്. എല്ലാം വന്ന് വലയിൽ കുരുങ്ങി. അപ്പോൾ ഈ വേടൻ കൂട്ടുകാരൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടി തത്തകളെല്ലാം വലയിലാക്കി കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്ക്, എല്ലാ തത്തകളും ഞാൻ ഒറ്റയടിക്ക് പിടിച്ചു കൊണ്ടുവന്നു എന്ന്. അപ്പോൾ തത്തകളുടെ തലവൻ ഈ കൂട്ടുകാരനോട് ചോദിക്കുക, എന്ത് മന്ത്രവിദ്യയാണ് നീ എൻ്റെ കൂട്ടുകാരെ കുരുക്കാൻ ചെയ്തതെന്ന്. അപ്പോൾ പറയും, ഞാനൊരു കാര്യവും ചെയ്തിട്ടില്ല, നിങ്ങളെല്ലാവരും പറഞ്ഞത് പറയലായി മാറി. നിങ്ങൾ വേടൻ വരും, വല വിരിക്കും, ധാന്യം വെതറും, കുരുങ്ങരുതെന്ന് അത് മനസ്സിലാവാത്ത എല്ലാവരും പറഞ്ഞു. പറയുന്നവരെ ഫോളോ ചെയ്യാൻ പ്രയാസമാണ്, ചെയ്യുന്നവരെ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അറിയാത്ത തത്ത പാടിക്കൊണ്ട് വലയിൽ വന്നിരുന്നു, എല്ലാ തത്തകളും ചെയ്തവൻ്റെ കർമ്മത്തെ ഫോളോ ചെയ്തു, അതുകൊണ്ട് എല്ലാ തത്തകളും കുരുങ്ങിപ്പോയി. അതുകൊണ്ട് ചെയ്യുകയാണ് വേണ്ടത്, പറയല്ല വേണ്ടത് എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ പ്രയാസമാണ്.
അതുകൊണ്ട് ആര് ചെയ്യുന്നുണ്ടോ അവരെയാണ് മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ പറയുന്നോ അതാദ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിക്കൊണ്ട്, പറയുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒന്നാക്കിക്കൊണ്ട്, കുറച്ച് സംസാരിച്ച് കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം അത് നിങ്ങളുടെ സ്വന്തമായി മാറും. മനസ്സിൽ സംഘർഷം കുറയും, അകവും പുറവും തമ്മിലുള്ള ഹാർമണി ഉണ്ടായിരിക്കും, വാക്കും കർമ്മവും തമ്മിലുള്ളതായിട്ടുള്ള ഐക്യം നിങ്ങളുടെ മനസ്സിന് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യും. അതുകൊണ്ട് പറയുന്ന കാര്യത്തെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.